എന്റെ പൊന്നു സാറേ, പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞു. 3-4 കൊല്ലമായിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോകാത്ത ഒറ്റ ദിവസവും ഇല്ല. സാറിന്റെ മുമ്പിൽ തന്നെ ഇത് 7-ാമത്തെയോ 8-ാമത്തെയോ തവണയാണ്. ഇത്തവണയെങ്കിലും എന്നെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് കാര്യപ്രാപ്തിയും ആത്മാർത്ഥതയും ഉള്ള ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്ത സേവനമായിരിക്കും. എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വിലപ്പെട്ട എന്റെ ജീവനുമായിരിക്കും. Yes. Mr. K.P. up there? Yes, sir. Excuse me? Thanks. Hello? 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 Excuse me. You want a coin? Thanks. No, miss. ഹലോ ഹലോ, ഞാൻ അമ്മിണിക്കുട്ടിയാ. ചേച്ചിക്ക് തരാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഒരാളൊരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഹോസ്റ്റലിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ആരെങ്കിലും അയച്ചാ മതി. ശരി. ഇല്ല, വിശേഷമൊന്നുമില്ല. എന്നാ വെക്കട്ടെ. ഹലോ, ഗ്രൂപ്പല്ലേ? അപ്പുവാ? അല്ലല്ല, ഓഫീസിൽ നിന്നല്ല. എന്തായുടെ പേര്? ഓ, സദാശിവൻ. അയാളോട് നാളെ വന്ന് ചോദിച്ചോളാം പറ. മറ്റേ ആളോ? എന്താ കുറുപ്പേ, നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഞാൻ ജോലി വാങ്ങിച്ചു കൊടുക്കണം പറഞ്ഞ? എന്താണ്? എനിക്ക് ചില വലിയ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് അവർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റുമോ? ശരി ശരി, നോക്കട്ടെ. നാളെ കാലത്ത് എന്നൊന്ന് ഫോൺ ചെയ്യും. ഓക്കെ. എന്താ ഇത്? അത് കൊള്ളാം. 50 പൈസ തരാൻ വേണ്ടിയാണ് ഇത്ര തരം നിന്നത്. നമ്മളൊക്കെ മലയാളികളല്ലേ. പേര് മനസ്സിലായി. അമ്മക്കുട്ടി എന്ത് ചെയ്യുന്നു? ഞാനൊരു സെയിൽസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. സാറ്? നോ സാർ, ഞാൻ അപ്പു. അപ്പൂന്ന് വിളിച്ചാൽ മതി. അമ്മക്കുട്ടിയുടെ നാടെവിടെ? ഒറ്റപ്പാലത്ത്. അപ്പൊ നമ്മള് നാട്ടുകാരാണല്ലോ. എന്റെ വീട് ഷൊർണൂരാ. ഇവിടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിൽ ടെക്നിക്കൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. ഓട്ടോ? സോറി, കുറച്ച് ധൃതിയുണ്ട്. ഹലോ, പണിക്കർ സാറല്ലേ? ഞാൻ അപ്പു ആണ്. ബാബു പറഞ്ഞിരുന്നില്ലേ? അപ്പു സാർ, എങ്ങനെയെങ്കിലും ആ ജോലി ഒന്ന് ചെറുപ്പിടി തരണം. വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാണ്. ശരി ശരി. എന്റെ ഈശ്വര, ഈ വയസ്സുകാലത്ത് എന്ത് അഭ്യാസാ നീ കാണിക്കുന്നത്? അപ്പുറത്തും ഇപ്പുറത്തുള്ള മനുഷ്യരെ നോക്കി ചിരിക്കും. സ്വന്തം ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറയാൻ പറ്റുമോ? പറയുന്നവർക്കായിരിക്കും ഭ്രാന്ത്. എനിക്ക് ഒന്ന്
സ്ലിം ആവണം. എന്നിട്ട് എന്തിനാ? അല്ല, പുതിയ കല്യാണാലോചന വല്ലതും ഉണ്ടോ? എനിക്ക് സൊസൈറ്റിയിലൊക്കെ ഒന്ന് മൂവ് ചെയ്യണം. ആ, അത് ശരിയാണ്. സ്ലിം ആയാൽ മൂവ് ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വ്യായാമം ഇല്ലാതെ പറ്റില്ല. കളിക്കപ്പൂ, എന്താ അപ്പു നെറ്റടിച്ചത്? എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാണാനുണ്ട്. ഞായറാഴ്ച ആയിട്ടോ? നീ വേഗം കമല തിയേറ്ററിൽ പോയി മോർണിംഗ് ഷോയ്ക്ക് 2 ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിൽക്കേ, ഞങ്ങൾ വന്നേക്കാം. ചന്ദ്രേട്ടൻ റെഡി ആവുന്നില്ലേ? ഒന്ന് പോയി കുളിച്ചേ. ഫുള്ളായി പോച്ച്. ஒண்ணு கொடுங்க சார். മൈ ഗോഡ്, ക്ലോസ് ചെയ്ത് പോയി. ഇനി എന്ത് ചെയ്യും? കഷ്ടായിപ്പോയി. ഹലോ, എന്താ ഇവിടെ? സിനിമയ്ക്ക് വന്നതാ, ഹൗസ്ഫുൾ ആയി. ഓഹോ, സിനിമ കാണുന്നുണ്ടോ? ഹൗസ്ഫുൾ അല്ലേ? ഇവിടെ വരെ വന്നിട്ട് സിനിമ കാണാതെ പോകുന്നത് മോശല്ലേ? അതിന് ടിക്കറ്റ് ഇല്ലല്ലോ. ഒന്നും പ്രശ്നമല്ല, 2 വേണ്ടു. ഈ തിയേറ്ററിന്റെ ഓണർ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാ. ജസ്റ്റ് എ മിനിറ്റ്. ആരാ? ടെലിഫോൺ ബൂത്തിൽ വെച്ച് പരിചയപ്പെട്ടതാ. അപ്പു ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിലെ വലിയൊരു ഉദ്യോഗസ്ഥനാ. ഓഹോ, ഇവിടെ മാത്രമല്ല, ഈ സിറ്റിയിലെ ഏത് തിയേറ്ററിൽ എപ്പോ ടിക്കറ്റ് വേണമെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ. ഐ എം സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. എന്റെ പേര് മാലതി, സിറ്റി ഹോസ്പിറ്റലിലെ നഴ്സാ. ഞാനിവിടെ മിസ്റ്റർ അപ്പുവിനെ പറ്റി ഞാൻ പറഞ്ഞു. ഒന്നിച്ചാ താമസിക്കുന്നത്? അതെ, ഇവിടെ ആഴ്വപ്പേട്ട വിമൻസ് ഹോസ്റ്റലിൽ. കേറുന്നില്ലേ? സമയായി, തുടങ്ങാറായി. മിസ്റ്റർ അപ്പു പടം കാണുന്നില്ലേ? എനിക്ക് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.